നമസ്കാരം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. അതിന്റെ ഭാഗമായി സർക്കാരിനിട്ട് കുറ്റം പറഞ്ഞ് അംഗത്തട്ട് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് UDF. സർക്കാരിനിട്ട് ചൊറിയുക എന്ന ലക്ഷ്യം വരുമ്പോൾ തൽക്കാലം ആ കൂലിപ്പട്ടാളത്തെ അങ്ങ് കളത്തിലിറക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ആ KSUവിനെ അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക്. അപ്പോ ആ കളം അങ്ങ് നിറയും. പിന്നെ എന്തു വേണം എന്നതാണ് അവസ്ഥ. അണിയറയിൽ കൂലിപ്പട്ടാളങ്ങൾക്ക് 500 രൂപയും ബിരിയാണിയും കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കുശാൽ. പിന്നെ എന്തും ചെയ്യും സഹദേവന്മാരാണ്. അതുകൊണ്ട് നൈസായിട്ട് നേതാക്കന്മാർക്ക് മറ്റിടങ്ങളിലേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ചേക്കേറാം. എന്തായാലും വോട്ടിനായി പള്ളികളും അമ്പലങ്ങളും കേന്ദ്രീകരിച്ചാണ് VD സതീശന്റെ കറക്കമെങ്കിൽ രമേശ് ചെന്നിത്തല സംഘടന കേന്ദ്രീകരിക്കുകയാണ്. താക്കോൽ സ്ഥാന വിവാദത്തിൽ തട്ടി NSS നേതൃത്വവും രമേശ് ചെന്നിത്തലയും തമ്മിലുണ്ടായിരുന്ന പിണക്കത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. അതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടെയാണ് 8 വർഷമായുള്ള അകൽച്ചയ്ക്ക് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി തീർന്നതിപ്പോ. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിനെ തുടരാൻ അനുവദിക്കില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന വിവാദമായതോടെ ഈ പ്രസ്താവനയെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത് എത്തുകയായിരുന്നു. ഇതോടെ ചെന്നിത്തലയും NSSും തമ്മിൽ അങ്ങ് അകൽച്ചയിലായി. ഇതോടെ NSSന്റെ പരിപാടിയിലൊന്നും ആർക്ക് ചെന്നിത്തലയ്ക്ക് ക്ഷണമില്ലാതായി. ഇപ്പൊ അതാ ജനുവരി 2 നടക്കുന്ന മന്നം ജയന്തി സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുകയാണ്. തനിക്ക് ക്ഷണമുണ്ടെന്ന കാര്യം ചെന്നിത്തല ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെ, എന്തായാലും വീണ് കിട്ടിയ അവസരമല്ലേ, ഞാൻ എന്തായാലും പങ്കെടുക്കും എന്നാണ് ചെന്നിത്തല പറയുന്നത്. കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾ മറുവശത്ത് നടക്കുകയാണ്. ജനുവരി 2 മന്നം ജയന്തി സമ്മേളനത്തിൽ ചെന്നിത്തല മുഖ്യ പ്രഭാഷണമായി എത്തുന്നതോടെ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VD സതീശനോ ചെന്നിത്തലയോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. NSS നേതൃത്വത്തിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകുന്നതോടെ കേരളത്തിലെ പ്രബല സമുദായ സംഘടന NSSന്റെ പിന്തുണ ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായും ലഭിക്കും. ഇതോടെ ആർക്ക് അടിയാവും? VD സതീശനും അടിയാവും എന്ന കാര്യം നല്ല ഉറപ്പാണ്. അപ്പം നിലവിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യം ചെന്നിത്തലയോടെയാണ്. അങ്ങനെയെങ്കിൽ VD സതീശനേക്കാൾ സാമുദായിക പിന്തുണ ആർക്ക്? ചെന്നിത്തലയ്ക്ക് ലഭിക്കും. ഇതോടെ അപ്പൊ ഏകദേശം സതീശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പൊ പൂട്ടിക്കെട്ടി ഒരിടത്തിരിക്കാനുള്ള സമയം സതീശന് വന്നു എന്ന് വാസ്തവം.